ഇറാന്റെ വൈദ്യുതി വിതരണ ശൃംഖലയും പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളും വെറും 1 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇറാന്റെ വൈദ്യുതി തകർക്കാൻ ശ്രമിച്ചാൽ പകരമായി വെറും 30 മിനിറ്റിനുള്ളിൽ പശ്ചിമേഷ്യൻ മേഖല മുഴുവൻ ഇരുട്ടിലാക്കുമെന്ന് ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനി മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാവിലെ ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സെന്ററിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം UAE പ്രതിരോധ സേന തകർത്തു. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആളപായമില്ല. സൗദി അറേബ്യയ്ക്ക് നേരെ വന്ന ഏകദേശം 50 ഡ്രോണുകൾ ഇന്ന് രാവിലെ സൈന്യം വെടിവെച്ചിട്ടു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്നും US താവളങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിലെ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ നിയന്ത്രണമുള്ളതിനാൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തുടരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും ഊർജ പ്രതിസന്ധിയും കണക്കിലെടുത്ത് LPG പൂഴ്ത്തിവെക്കുന്നതിനെതിരെ ഇന്ത്യ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം കാരണം ഇന്ധന ഇറക്കുമതിയിലെ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. LPGക്ക് നിലവിൽ രാജ്യത്ത് ക്ഷാമമില്ലെന്നും അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരായി അനാവശ്യമായി സിലിണ്ടറുകൾ വാങ്ങിക്കൂട്ടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. ഗ്യാസ് ഏജൻസികളിലെ സ്റ്റോക്ക് നിലവാരം കൃത്യമായി നിരീക്ഷിക്കാൻ എണ്ണ കമ്പനികൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിതരണത്തിൽ കൃത്രിമം കാണിക്കുന്ന ഏജൻസികൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ഇന്ധന ഇറക്കുമതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് നേപ്പാളിൽ പാചകവാതക വിതരണത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഉപഭോക്താക്കൾക്ക് മുഴുവൻ സിലിണ്ടറിന് പകരം പകുതി നിറഞ്ഞ സിലിണ്ടറുകൾ അതായത് 7.1 കിലോ മാത്രമേ നൽകാവൂ എന്ന് നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ ഗ്യാസ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾക്ക് നിർദ്ദേശം നൽകി. കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഗ്യാസ് എത്തിക്കാനാണ് ഈ നീക്കം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം നേപ്പാളിലേക്കുള്ള LPG ഇറക്കുമതിയിൽ 30% വരെ കുറവുണ്ടായിട്ടുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ പല ഹോട്ടലുകളും വൈദ്യുതി അടുപ്പുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. ആളുകൾ സിലിണ്ടറുകൾ ശേഖരിച്ചു വെക്കുന്നത് തടയാൻ നേപ്പാൾ സർക്കാർ വിപണിയിൽ കർശനമായ പരിശോധനകൾ ആരംഭിച്ചു. പാചകത്തിന് LPGക്ക് പകരം ഇൻഡക്ഷൻ സ്റ്റൗകളും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ നേപ്പാൾ ഊർജ്ജ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മിഷിഗണിലെ ഒരു സിനഗോഗിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അക്രമി കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിലെ അതീവ ഗുരുതരമായ സുരക്ഷാ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാതിരിക്കാൻ സംയമനം പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന 90 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് മോദി ആശങ്ക അറിയിച്ചു. യുദ്ധത്തിന് പകരം ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫിലുള്ള മലയാളി പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ വിപുലീകരിച്ചു. യുദ്ധം രൂക്ഷമായതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കായി ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച നടത്തി. LPG ഇറക്കുമതി കുറഞ്ഞതോടെ കേരളത്തിലും ഗ്യാസ് വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യുന്നവർക്ക് വിതരണത്തിൽ 25 ദിവസം വരെ താമസം നേരിടാൻ സാധ്യതയുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് നിർദ്ദേശം നൽകി.